ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു, ഞാൻ കോടീശ്വരൻ. അതിലാണ് പപ്പുവേട്ടൻ എൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത്. അതിലൊരു ഭ്രാന്തനായ കഥാപാത്രമായിട്ടാണ്. ഒരു പലിശക്കാരനായിരുന്നു, പിന്നീട് ഭ്രാന്തായി മാറുന്നു, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ, ഒരു മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ആവുന്നു. അവിടെ ഇന്നസെൻ്റ് ചേട്ടൻ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട്. അതിനുശേഷം മുഴുവൻ ഭ്രാന്തിലേക്ക് മാറുന്നു. അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയന്നോടി. അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ ഹാൻഡ് ഹെൽഡായിരുന്നു, കയ്യിലായിരുന്നു, പുറകെ ഓടുന്നു. അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളൊക്കെ വലിച്ചെറിഞ്ഞ്, അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന പപ്പുവേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരവട്ടം പപ്പു.